നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള യാക്കോബിൻ്റെ മകൻ ജോസഫ് ഈജിപ്തിലെ മന്ത്രിയായ ആ ചരിത്രം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ജോസഫ് ഈജിപ്തിൽ രാജാവിൻ്റെ പ്രധാന ചുമതലക്കാരനായി മാറുന്നു. ജോസഫിൻ്റെ പദ്ധതികളെല്ലാം നടപ്പാക്കപ്പെട്ടു. ക്ഷാമകാലം വന്നപ്പോൾ ആവശ്യത്തിന് ധാന്യം ശേഖരിക്കപ്പെടാൻ ഈജിപ്തിലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു. ഈജിപ്തിൽ സുഭിക്ഷമായിരുന്നു ധാന്യശേഖരം. അപ്പോൾ ധാന്യം വാങ്ങുവാനായി യാക്കോബ് തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ ജോസഫാണ് മേലധികാരി എന്നവർ അറിഞ്ഞിരുന്നില്ല. ജോസഫാകട്ടെ അവർ ചാരന്മാരാണെന്ന മട്ടിലാണ് അവരോടാദ്യം പെരുമാറിയത്. പക്ഷേ അവൻ തൻ്റെ സഹോദരന്മാരെ അത്യധികം സ്നേഹിച്ചിരുന്നു. തങ്ങളുടെ പിതാവിനെക്കുറിച്ചും വീട്ടിൽ വിട്ടിട്ട് പോകുന്ന ഇളയ സഹോദരനെക്കുറിച്ചുമൊക്കെ അവർ ജോസഫിനോട് പറഞ്ഞു. സഹോദരന്മാർ തിരികെ പോയപ്പോൾ ജോസഫ് അവർ നൽകിയ പണം രഹസ്യമായി അവരുടെ ചാക്കുകളിൽ വെച്ചിരുന്നു. അടുത്ത തവണ വരുമ്പോൾ ഇളയ സഹോദരൻ ബെന്യാമിനെയും കൂടെ കൊണ്ടുവന്നില്ലെങ്കിൽ ധാന്യം കൊടുക്കുകയില്ല എന്ന് അവർ അവരോട് പറഞ്ഞു. കൂടുതൽ ധാന്യം വേണ്ടി വന്നപ്പോൾ ബെന്യാമിനെ കൂടാതെ ഈജിപ്തിലേക്ക് പോകുവാൻ ജോസഫിൻ്റെ സഹോദരന്മാർ കൂട്ടാക്കിയില്ല. ഒടുവിൽ കാര്യങ്ങൾ ഏറെ വഷളായപ്പോൾ ബെന്യാമിനെയും കൂട്ടി പോകുവാൻ യാക്കോബ് അവരെ അനുവദിച്ചു. ബെന്യാമിനെ ഇനി ഒരിക്കലും കാണാനാവുകയില്ലെന്ന് യാക്കോബിന് ഭയമുണ്ടായിരുന്നു. തൻ്റെ ഇളയ സഹോദരൻ ബെന്യാമിനെ കണ്ടപ്പോൾ ജോസഫ് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഇളയ സഹോദരനല്ലേ? കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കണ്ണിൽ ജലം നിറയാൻ തുടങ്ങി. ജോസഫ് പെട്ടെന്ന് അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. തൻ്റെ മുറിയിൽ നിന്ന് അവൻ ഏറെ നേരം കരഞ്ഞു. എന്നിട്ട് മുഖം കഴുകി വീണ്ടും പുറത്തു വന്നു. തൻ്റെ കൂടെ അവർക്കും ആഹാരം വിളമ്പുവാൻ കൽപ്പന കൊടുത്തു. ജോസഫിന് ഒരു മേശമേലും സഹോദരന്മാർക്ക് മറ്റൊരു മേശമേലും അവർ ആഹാരം നൽകി. ജോസഫിൻ്റെ മുമ്പിൽ സഹോദരന്മാരെ അവരുടെ പ്രായമനുസരിച്ചാണ് ഇരുത്തിയത്. അതവരെ അമ്പരപ്പിച്ചു. ജോസഫിൻ്റെ മേശയിൽ നിന്നാണ് അവർക്ക് ആഹാരം വിളമ്പിയത്. മറ്റെല്ലാവരേക്കാളും കൂടുതൽ ബെന്യാമിന് നൽകി. മതി വരുവോളം അവർ ഭക്ഷിച്ചു. ജോസഫ് പ്രധാന പരിചാരകനോട് ഇങ്ങനെ കൽപ്പിച്ചു, അവരുടെ ചാക്കുകളിൽ കൊള്ളുന്നിടത്തോളം ധാന്യം കുത്തി നിറയ്ക്കുക. അതിനുള്ളിൽ അതിൻ്റെ പണവും വെക്കണം. ഏറ്റവും ഇളയവൻ്റെ ചാക്കിൽ എൻ്റെ വെള്ളിക്കപ്പും വെക്കണം. പരിചാരകൻ അതുപോലെ തന്നെ ചെയ്തു. പ്രഭാതമായപ്പോൾ സഹോദരന്മാർ അവരുടെ കഴുതകളുമായി യാത്ര പുറപ്പെട്ടു. അവർ പട്ടണത്തിൽ നിന്ന് അല്പം ദൂരെ ചെന്നതുള്ളൂ. അപ്പോൾ ജോസഫ് തൻ്റെ ദാസന്മാരെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് എന്നവരെ പിടിക്കൂ. എന്നിട്ട് അവരോട് ചോദിക്കണം, എൻ്റെ യജമാനൻ്റെ വെള്ളിക്കപ്പ് നിങ്ങൾ മോഷ്ടിച്ചതെന്തിന്? പാനം ചെയ്യുവാൻ മാത്രമല്ല, ഭാവി പറയുവാനും യജമാനൻ ഉപയോഗിക്കുന്ന പാത്രമായിരുന്നു അത് എന്നും പറയുക. ദാസൻ പിറകെ ചെന്നു അവരെ തടഞ്ഞു നിർത്തി. ജോസഫ് പറഞ്ഞതുപോലെ എല്ലാം പറഞ്ഞു. അപ്പോൾ അവർ അവനോട്, യജമാനെ, അങ്ങെന്താണ് ഞങ്ങളോടിങ്ങനെ പറയുന്നത്? ഞങ്ങളങ്ങനെ ചെയ്യുന്നവരല്ല. ചാക്കിനുള്ളിൽ കണ്ട പണം പോലും തിരികെ കൊണ്ടുവന്നവരല്ലേ ഞങ്ങൾ. അപ്പോൾ പിന്നെ സ്വർണവും